ഇന്ന് മാർച്ച് 23, 2025. 2023 ഒക്ടോബർ മുതൽ ഇന്നേ വരെ ഇസ്രായേൽ കൊന്നൊടുക്കിയത് 50,000-ലധികം ഫലസ്തീനികളെയാണ്. 10,000-കണക്കിന് ആളുകൾ മിസ്സിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പൊട്ടിത്തകർന്ന ബിൽഡിങ്ങുകളുടെ അണ്ടറിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 60,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ 1,13,000-ലധികം ആളുകൾ സിവിയർലി ഇഞ്ചേർഡായി. ഒരുപാട് പ്രോപ്പർട്ടികൾ നശിച്ചു, ഒരുപാട് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നശിച്ചു. ആളുകൾ റെഫ്യൂജി ക്യാമ്പുകളിലാണ്. ആളുകളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ മിസറബിളാണ്. ഈ സമയത്ത് ഇന്നും ഇസ്രായേൽ ഈ റെഫ്യൂജി ക്യാമ്പുകളിലും പലസ്തീനികൾ തിങ്ങി പാർക്കുന്ന പ്രദേശങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ഹമാസ് പോരാളികളെ കൊല്ലാനാണെന്നും പറഞ്ഞുകൊണ്ട് ബോംബുകളും മിസൈലുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദയയും ദാക്ഷിണ്യമില്ലാതെ. നമ്മുടെ അന്താരാഷ്ട്ര സമൂഹം, നമ്മുടെ മനുഷ്യാവകാശ നിയമങ്ങൾ, അന്താരാഷ്ട്ര ബോഡികൾ ഇവരൊക്കെ നോക്കുകുത്തികളാക്കി ഈ പറഞ്ഞ നിയമങ്ങളും ഈ പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ വെറും വേസ്റ്റ് കണക്കെ ചവിട്ടുകുട്ടയിൽ എറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ തോന്നിയതുപോലെ നടക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഹിറ്റ്ലറിൻ്റെ സമയത്ത് നാസി ജർമ്മനിയിൽ 1930s-ലും 40s-ലും നിങ്ങൾ ജീവിക്കേണ്ടായിരുന്നെങ്കിൽ, ആ വംശഹത്യയുടെ സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇന്ന് ഈ വംശഹത്യ നടക്കുന്ന സമയത്ത് എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അതേപോലെ ആയിരിക്കും നിങ്ങൾ അന്നും പ്രതികരിക്കുക.